ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് ഇപ്പോൾ ജാൻമണിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. ജാൻമണി ബ്രേക്ക് ഡൗൺ ആയിട്ട് ആ ഒരു റൂമിൽ ഇരിക്കുകയായിരുന്നു. അൻസിബയോട് സംസാരിച്ച് ആൻസൈറ്റിയും അതേപോലെ തന്നെ BP ഒക്കെ ഉണ്ട്, അതേപോലെ ത്രോട്ട് ഡ്രൈ ആവുകയും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് എന്നാണ് ജാൻമണി ബിഗ് ബോസിനോട് പറഞ്ഞത് ഈ 2 ദിവസമായിട്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്ന ഓവർ തിങ്കിങ്ങും അനാവശ്യ ചിന്തകളും എല്ലാം ഒഴിവാക്കുക ജാൻമണി, ഇത് വെറും ഒരു TV ഷോയും അതേപോലെ തന്നെ ഒരു മത്സരവും മാത്രമാണ്. ഇവിടെ ഇങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ നാച്ചുറൽ ആണ് എന്ന് ജാൻമണിയോട് പറയുന്നുണ്ട്. ജാൻമണിക്ക് ഒരു 2 ദിവസമായിട്ട് ഈ പറഞ്ഞ ആൻസൈറ്റിയും BP പ്രോബ്ലം ഒക്കെ ഉണ്ട് എന്നാണ് ബിഗ് ബോസിനോട് ജാൻമണി പറഞ്ഞത്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. കാരണം ഹൗസിൽ നിന്ന് ചാടി പാറിപ്പറന്ന് നടക്കുന്ന ഒരു എനർജറ്റിക് കണ്ടസ്റ്റന്റ് തന്നെയാണ് ജാൻമണി. ഒരിക്കലും ഇങ്ങനത്തെ വല്ലായകളൊക്കെ ഉണ്ടെന്നൊന്നും കാണിക്കാറില്ല. ബിഗ് ബോസിനോട് ജാൻമണി സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഡാർക്ക് അടിച്ചു. ഇനി ജാൻമണിയും പുറത്താവാൻ പോവുകയാണോ ദൈവമേ, തീർന്നു എന്നോർത്ത്. പക്ഷെ ജാൻമണി ക്വിറ്റ് ചെയ്തതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ബിഗ് ബോസ് ആണെങ്കിൽ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യുക, എന്നിട്ട് ഹൗസിലേക്ക് തിരിച്ചു പോകാമെന്ന് പറയുന്നു. പിന്നെ സ്ഥിരമുള്ള പുകഴ്ത്തൽ ബിഗ് ബോസ് മറന്നില്ല. നിങ്ങൾ മികച്ച മത്സരാർത്ഥിയാണ്, സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജാൻമണി ഇപ്പോൾ കൺഫെഷൻ റൂമിൽ നിന്നും ഇറങ്ങി. ബിഗ് ബോസ് ഉമ്മ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് വീട്ടിലേക്ക് കയറി. ഇത്രയുമായിരുന്നു നമ്മുടെ ലൈവ് അപ്ഡേറ്റുകൾ. പിന്നെ ഇപ്പോഴത്തെ പുതിയ പവർ ടീമിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം.